ജെസ്യൂട്ട് വൈദികരുടെ നേതൃത്വത്തിലുള്ള ഒരു ക്രൈസ്തവ ആശ്രമമാണ് ഈ സമീക്ഷ എന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊരു ധ്യാനപഥമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഇത് BC 1000 ഗ്രീസിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രത്യേക ഒരു ധ്യാനമാണ്. ഈ ലോകത്തിൽ തന്നെ ഒരു അമൂല്യമായ പല ഗ്രന്ഥങ്ങളുമുള്ള ഒരു വലിയ ലൈബ്രറിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ചാപ്പൽ. ഒരു പ്രത്യേക പ്രതീതിയാണ് നമുക്ക് ഈ ഒരു ചാപ്പലിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ധ്യാനപഥത്തിൻ്റെ തന്നെ ഒഴിവുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വ്യത്യസ്തമായ രീതിയിലൊരു കുരിശാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ ബിൽഡിംഗ് പോലും പ്രകൃതിയെ വേദനിപ്പിക്കാത്ത രീതിയിൽ പ്രകൃതിയോട് ചേർന്ന് നിർമ്മിച്ച ഓരോ ബിൽഡിങ്ങുകളാണ്. മനോഹരമായ പെരിയാറിൻ്റെ തീരത്താണ് ഈ സമീക്ഷ എന്ന ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരെയും സഹോദരരെ കാണുക എന്നൊരാശയമാണ് ഈ ഒരു സമീക്ഷ വഴി നൽകുന്നത്. നമസ്കാരം. തിരക്കേറിയ ഈ ലോകത്ത് ഒന്ന് ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാലടി, ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായ കാലടിയിൽ പെരിയാറിൻ്റെ തീരത്തുള്ള സമീക്ഷ എന്ന് പറയുന്ന ഒരു ആശ്രമത്തിലാണ്. ജെസ്യൂട്ട് വൈദികരുടെ നേതൃത്വത്തിലുള്ള ഒരു ക്രൈസ്തവ ആശ്രമമാണ് ഈ സമീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ഇടമാണ് ഈ സമീക്ഷ. കാരണം ഭാരതീയ പാരമ്പര്യം അതേപോലെ ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിങ്ങുകളും മരങ്ങളും മറ്റ് എല്ലാം ഉണ്ട്. എങ്ങനെയാണോ പണ്ട് കാലത്ത് ആശ്രമത്തിൽ സന്യാസിമാർ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രീതി പിന്തുടർന്നുകൊണ്ടുള്ളൊരു തീർത്തും വ്യത്യസ്തമായ നിർമ്മാണങ്ങളും എല്ലാം പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ കൊണ്ട് നടക്കുന്ന ഒരു ആശ്രമത്തിൻ്റെ മുമ്പിലാണ്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട്. എൻ്റെ മുമ്പിൽ ഈ കാണുന്നത് മാത്രമുള്ള ഒരു നാടിൻ്റേതായ ഒരു ഭംഗി. ബാക്കി ഇതിനകത്തേക്ക് വരുമ്പോൾ മറ്റൊരു ലോകമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞുള്ള ഒരു ഇടമാണ് ഈ പറഞ്ഞ സമീക്ഷ എന്ന് പറയുന്നത്. 2 പേര് ചേർന്നാണ് ഈ സമീക്ഷ ഇവിടെ സ്ഥാപിച്ചത്. ഫാദർ സെബാസ്റ്റ്യൻ പയനാടത്തും അതുപോലെ തന്നെ ഒരു ബ്രദർ മാമ്പള്ളി എന്ന് പറയുന്നത്, ഈ 2 പേര് ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. ഈ കാണുന്ന മരങ്ങൾ വളരെ വ്യത്യസ്തമായ ഇനങ്ങളിലുള്ള മരങ്ങൾ, വലിയ വലിയ മരങ്ങൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതെല്ലാം ഇവർ വെച്ചുപിടിപ്പിച്ച ഏകദേശം ഒരു 35-36 വർഷത്തിൻ്റെ വളർച്ചയാണ് ഇവിടെയുള്ള മരങ്ങൾക്കെല്ലാം ഉള്ളത് എന്നാണ് ഇവർ പറയുന്നത്. ഈ 2 പേരും കൂടി ചേർന്ന് നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഓൾറെഡി 3-4 വൈദികർ ഇവിടെ ഉണ്ട്. പല രീതിയിലുള്ള പല കാര്യങ്ങളും ഈ ഒരു ആശ്രമത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം നമുക്കിവിടുത്തെ കാഴ്ചകൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയാണ്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മെഡിറ്റേഷൻ ചാപ്പലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് മെഡിറ്റേഷൻ ചാപ്പൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ സെൻറ്റർ എന്നൊക്കെ പറയാം. വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് നോക്കിയാൽ ഒരു തുളസി തറ ഈ ഒരു മെഡിറ്റേഷൻ ഇതിന് മുമ്പിലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്നത് ആൽമരമാണ്. നട്ട് വളർത്തിയിരിക്കുന്നതാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് തരുന്നത് ആലാണ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് തരുന്നു. അതും പിന്നെ തുളസിയുടെ പ്രാധാന്യം നമുക്ക് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് ഒരുപാട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്പലിൻ്റെ ഫ്രണ്ടിലായിട്ട് തുളസി തറയും അതോടൊപ്പം തന്നെ ആൽമരവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വൈദികർ. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിന് പേരിട്ടിരിക്കുന്നത് ശാന്തി നിലയം എന്നുള്ളതാണ്. ധ്യാനപഥം. എത്രയെത്ര വളവും തിരിവും കടന്നു വേണം ജീവിതയാത്ര ദിവ്യമായ ലക്ഷ്യകേന്ദ്രത്തിലെത്താൻ എന്ന് ധ്യാനിച്ചുകൊണ്ട് സാവധാനം നടന്നു നീങ്ങാം. ഇതൊരു ധ്യാനപഥമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഇത് BC 1000 ഗ്രീസിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രത്യേക ഒരു ധ്യാനമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പതുക്കെ അതിനകത്ത് നടന്നു നീങ്ങാം. അതായത് നമ്മുടെ വളരെ സാവധാനം മനസ്സ് വെച്ച് പ്രാർത്ഥിച്ച് ധ്യാനത്തിലൂടെ നമ്മൾ ഈ ഒരു ഇതിൽ പോകണമെന്നാണ്. കാരണം ഇതൊരു ധ്യാനവേദിയാണ് ഈ ഒരു ഇത് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്തേണ്ടത് തന്നെ ഈ ഒരു നടുക്കുള്ളൊരു സെൻറ്റർ പോർഷനിലാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ചില വഴികളെ പോലെ തന്നെ അവർ ഈ വഴിയിലൂടെ നമ്മളെ ധ്യാനിപ്പിച്ചു പോകുന്നു. ഒരു പക്ഷേ അടുത്തെത്തുമെങ്കിലും നമ്മൾ ഒരുപാട് അകലേക്ക് വീണ്ടും പോകുന്നു. അങ്ങനെ അവസാനമാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലെത്താൻ. ഇങ്ങനൊരു ധ്യാനം ഇത് അതിൻ്റേതായ രീതിയിൽ നമ്മൾ വളരെ ശാന്തതയോടെയും പ്രാർത്ഥനയോടെയും നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് നമ്മൾ ഈ ഒരു ധ്യാനവേദിയിലായിരുന്നാൽ തീർച്ചയായിട്ടും
ഒരു വലിയൊരു അനുഭവം തന്നെയായിരിക്കും. പ്രാർത്ഥനയോടെയും ധ്യാനാത്മക ചിന്തയോടും കൂടി നമ്മൾ ഈ ഒരു ധ്യാന പദത്തിലൂടെ യാത്ര നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതൊരു മറ്റൊരു അനുഭവമായി മാറുകയാണ്. സമീക്ഷ എന്ന ആശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടത്തിന് മുമ്പിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പഴയകാല തറവാട് പോലെയൊക്കെ നമുക്കിത് തോന്നുന്നുണ്ട്. ഇതിൻ്റെ മേളിലത്തെ നിലയിലാണ് വായനശാലയും അതേപോലെ തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. എനിക്ക് ലോകത്തിലെ തന്നെ ഒരു അമൂല്യമായ പല ഗ്രന്ഥങ്ങളുമുള്ള ഒരു വലിയ ലൈബ്രറിയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചാപ്പലുണ്ട്. ഈ ചാപ്പലിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ പോലെ ഭാരതീയ പഴയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ധ്യാന ചിന്തകളും ധ്യാന ചര്യകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആദ്യം നമുക്ക് ഈ ചാപ്പലൊന്ന് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു ചാപ്പൽ. ഒരു പ്രത്യേക പ്രതീതിയാണ് നമുക്ക് ഈ ഒരു ചാപ്പലിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവോസ്തി വെച്ചിട്ടുള്ള ദിവ്യകാരുണ്യം വെച്ചിട്ടുള്ള സക്രാരി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈശോയുടെ ഒരു മുഖം രൂപം ഒരു വെച്ചിട്ടുണ്ട് ഇവിടെ. അതുപോലെ മറ്റ് പല രീതിയിലുള്ള പഴയൊരു യോഗ രീതിയിലുള്ള പല ചിഹ്നങ്ങളും മറ്റ് വസ്തുക്കൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ സൈക്കോളജിക്കപരമായിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു സന്യാസ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു തപസ്സിൻ്റെ രീതിയിൽ ഈശോ ഇരിക്കുന്ന ഒരു ചിത്രവും ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റൊരു വ്യത്യസ്തം എന്ന് പറയുന്നത് ഈ ഒരു രൂപം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖച്ഛായ അടങ്ങിയ രൂപമാണ്. ടൂറിലെ തിരുക്കച്ചയിൽ നിന്നൊക്കെ ലഭിച്ച ആ ഒരു മുഖത്തിൻ്റെ അതേ ചിഹ്നം ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ധ്യാനചിന്ത, ഒരു ധ്യാനപഥത്തിലൂടെ പോയതിൻ്റെ അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ധ്യാനപഥത്തിൻ്റെ തന്നെ ഒഴിവുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് വളരെ സാവധാനം നമ്മളിത് കേന്ദ്രത്തിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ജീവിതം വളവും തിരിവും കടന്നു വേണം ജീവിതം ദിവ്യമായ ലക്ഷ്യത്തിലെത്താൻ എന്ന ലക്ഷ്യബോധത്തോടെ വേണം നമ്മളിത് ചെയ്യാൻ. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്യേണ്ട ഒരു ധ്യാനപദമാണ് ഇതിവിടെ ചാപ്പലിൽ വെച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇവിടുത്തെ ദിവ്യബലി എന്നുള്ളതാണ്. അത് വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുന്നത് ഇരുന്നു കൊണ്ടാണ്. ഈ ഒരു പീഠത്തിൽ വൈദികനും കൂടെ വന്നവരെല്ലാവരും ഇരുന്നു കൊണ്ടുള്ളൊരു ദിവ്യബലിയാണ്. പണ്ട് ഈശോയും തിരുവത്താഴം ഒരു സമയത്ത് ഇരുന്നു കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്തത് അതേ ഒരു രീതിയിലാണ് ഇവിടെ ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. മറ്റ് കാഴ്ചകളെല്ലാം കുരിശാണ് എന്നെ ഒരുപാട് എന്നെ ആകർഷിച്ചത്. വ്യത്യസ്തമായ രീതിയിലൊരു കുരിശാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. മരം കൊണ്ടുള്ളൊരു കുരിശ്. നമ്മൾ സാധാരണ കാണുന്ന കുരിശുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇതിൻ്റെ രീതി. ഒരു മുൾപടർപ്പ് അതേപോലെ തന്നെ മുൾമുടി മേളിൽ വെച്ചിട്ടുണ്ട്. സക്രാരിയുടെ മേളിൽ നിന്നാണ് ഈ കുരിശിലേക്ക് പോകുന്നത് രീതി വെച്ചിരിക്കുന്നത്. മറ്റു ചിത്രങ്ങളെല്ലാം വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ ഒരു ചാപ്പലിൽ നമുക്ക് കാണാൻ സാധിക്കും. സമീക്ഷയിലെ ഒരു ലൈബ്രറിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിരവധി പുസ്തകങ്ങൾ ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു വലിയൊരു ലൈബ്രറിയാണ്. ഏകദേശം 10-15 വർഷം ഇത് തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു ലൈബ്രറി ഇവരോട് സൂക്ഷിക്കുന്നുണ്ട്. ഒരുപാട് അമൂല്യ ഗ്രന്ഥങ്ങൾ ഉള്ളൊരു ലൈബ്രറിയാണ്. ഒരുപാട് പേര് ഇവിടെ വരികയും ഇവിടെ നിന്ന് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങളെല്ലാം എടുത്ത് ഡോക്ടറേറ്റും മറ്റ് ഗവേഷണങ്ങൾക്കെല്ലാം അവർ ഇവിടെ നിന്ന് ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ കാണുന്ന പോലെ ഒരുപാട് റാക്കുകൾ, ഒരുപാട് പുസ്തകങ്ങളാണ്. ഭയങ്കര ഒരു കാഴ്ചയാണ്. നിരവധി വ്യത്യസ്ത വിഷയങ്ങളിലുള്ള നിരവധി വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി പേര് ഈ ലൈബ്രറിയിലേക്ക് വരികയും പുസ്തകങ്ങളെടുത്ത് ഇവിടെ തന്നെ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
ഇവിടെ താമസിക്കുന്നവർക്കുണ്ട്, വൈദികരും മറ്റ് എല്ലാവരും താമസിക്കുന്ന ഇതേപോലുള്ള ചെറിയ ചെറിയ കുടിലുകൾ പോലെ ഉള്ള കാണുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഇതൊരു മൈത്രി എന്നാണ് ഇതിനൊരു പേര് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവധും ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ഹട്ട് പോലെയാണ്. ശ്രദ്ധ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടാണ്. ഇതിനുള്ളിലാണ് ഓരോരുത്തരും വളരെ പരിമിതമായ സൗകര്യത്തിലാണ് ഇവിടെ വൈദികരും എല്ലാവരും ഇവിടെ വരുന്നവർ ആര് തന്നെയായാലും ജീവിക്കുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും, ഇഷ്ടിക വെച്ചും ഓട് വെച്ചും മാത്രമാണ് ഇവർ. അതോടൊപ്പം തന്നെ താഴെ ടൈലുകളോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാണ്ട് ചാന്തിട്ട് തന്നെയാണ് ഇവർ താഴെയും ഫ്ലോറും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഇവിടെ താമസിക്കുന്നത്. തീർത്തും വളരെ എന്താ പറയുക, ഒരു കാടിനുള്ളിൽ അല്ലെങ്കിൽ വളരെ പ്രകൃതിദത്തമായ ഒരു മനോഹരമായ സ്ഥലത്തിനുള്ളിൽ പ്രകൃതിയെ വേദനിപ്പിക്കാതെ പ്രകൃതിയോട് ഇണചേർന്ന് ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ ബിൽഡിംഗ് പോലും പ്രകൃതിയെ വേദനിപ്പിക്കാത്ത രീതിയിൽ പ്രകൃതിയോട് ചേർന്ന് നിർമ്മിച്ച ഓരോ ബിൽഡിങ്ങുകളാണ്. അപ്പം അങ്ങനെ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർത്തും ഇതൊരു ക്രൈസ്തവ ആശ്രമം എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും തോന്നില്ല. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു പരമ്പരാഗത ഭാരത പാരമ്പര്യവും ആ ഒരു കൾച്ചറൊക്കെ കൊണ്ട് രൂപപ്പെട്ട ഒരുപക്ഷെ നമ്മുടെ പൂർവികരൊക്കെ പണ്ട് ജീവിച്ചിരുന്ന ഇതിൽ ഇപ്പോഴും തന്നെ ഇവരും തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മേഖലയിൽ നിന്ന് പല ആളുകൾ ഇവിടെ വന്ന് ധ്യാനിക്കാനായിട്ട്, വളരെ സ്വസ്ഥമായിട്ടും ആത്മീയമായും ധ്യാനിക്കാനായിട്ട് ഈ ഒരു സമീക്ഷ എന്ന് പറയുന്ന ഇടം തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ വരുന്നുമുണ്ട്. മനോഹരമായ പെരിയാറിൻ്റെ തീരത്താണ് ഈ സമീക്ഷ എന്ന ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രി ലേഖനമുണ്ട്, പ്രത്തുല്യ തീത്തി. അതിൽ മാർപ്പാപ്പ പറയുന്നത് നാം സഹോദരരെന്നാണ്. തീർത്തും ആ ഒരു ചാക്രി ലേഖനത്തിൻ്റെ മാർപ്പാപ്പ ഉദ്ദേശിച്ച എന്താണോ അത് നമുക്കിവിടെ പൂർത്തീകരിച്ചതായി നമ്മൾ ഈ സമീക്ഷയിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ലോകത്തിലെ എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും ഒരുപോലെ സമഭാവനയോടെ എല്ലാവരെയും സഹോദരരെ കാണുക എന്നൊരാശയമാണ് ഈ ഒരു സമീക്ഷ വഴി നൽകുന്നത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ ഒരു മനോഹാരിത മുറുകെ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക്, കേരളത്തിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇവിടെയുള്ള വൈദികർ ചെയ്യുന്നത്. രണ്ടാം വത്തിക്കാൻ സുനദോസിൽ പറയുന്ന പോലെ ഏതൊരു പ്രാദേശിക സ്ഥലത്തിൻ്റെയും അതിൻ്റെ കൾച്ചറലെല്ലാം രൂപപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൾച്ചറലെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളൊരു ആശയം കൂടി ഈ ഒരു സമീക്ഷയിലൂടെ ഈ ഒരു വൈദികർ ഇവിടെ പൂർത്തീകരിക്കുന്നുണ്ട്. സമീക്ഷയിൽ പെരിയാറിൻ്റെ തീരത്തുള്ള ഈ ഒരു സ്ഥലത്താണ് ഇവർ സ്ഥിരമായി ധ്യാനിക്കാറുള്ളത്. ഈ ഒരു പീഠങ്ങളിൽ ഇവിടെ ഇരുന്ന് രാവിലെയും വൈകിട്ടും നേച്ചർ മെഡിറ്റേഷൻ ഇവിടെ ധ്യാനിക്കാൻ വരുന്നവരും വൈദികരും എല്ലാവരും ഇവിടെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം എല്ലാം വളരെ ഈ ഒരു പുഴയുടെ തീരത്ത് നിന്ന് നല്ലൊരു ആംബിയൻസാണ് ഇവിടെ പ്രത്യേകമായി ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സമീക്ഷ എന്ന ഈ ആശ്രമം സന്ദർശിക്കുന്ന ഏവർക്കും ഈ ഭൂമിയിലുള്ള ലോകത്തുള്ള എല്ലാവരെയും, എല്ലാ മനുഷ്യരെയും ഒരേപോലെ സഹോദര തുല്യമായി കണ്ട് സ്നേഹിച്ച് നന്മ ചെയ്യുവാനും ഒപ്പം പ്രകൃതിയോട് ചേർന്ന്, പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ മനുഷ്യരോടൊപ്പം ഒരുമിച്ച് സഹോദര തുല്യേന എല്ലാവരെയും കാണുവാനും സാധിക്കും എന്നത് തീർച്ച.